ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ കുറച്ച് കുർത്ത സെറ്റുകളാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് പർപ്പിൾ വൈൻ കളർ എന്നൊക്കെ പറയാം, അങ്ങനെ വരുന്ന ഈ ഒരു കുർത്ത സെറ്റാണ്. ഇതിന് ടോപ്പും ബോട്ടം ആണുള്ളത്. ടോപ്പിൽ വന്നിട്ട് നെക്ക് കൊടുത്തേക്കുന്നത് വി നെക്കാണ്. നെക്കിൻ്റെ സൈഡിൽ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് എന്ന് പറഞ്ഞാൽ ഇല്ല, ഇതൊരു ചൈനീസ് കോളർ ടൈപ്പ് ഡ്രസ്സാണ്. നെക്കിൻ്റെ ഭാഗത്ത് എൻഡിൽ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. അതിൻ്റെ അറ്റത്ത് ഒരു ചെറിയ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രിന്റഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഫാബ്രിക് വന്നിട്ട് വിസ്കോസ് റയോൺ ആണ്. പക്ഷേ കോട്ടൺ പോലെ നല്ല കട്ടിയുള്ള ടൈപ്പാണ്. നല്ല പോലെ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അപ്പം ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണ്. നമ്മുടെ ബോട്ടം നോക്കാം. ഇതൊരു പലാസോ ടൈപ്പാണ്. ഇത് പ്രിന്റും കാര്യങ്ങളും ഒന്നും ടോപ്പിൽ കൊടുത്തിട്ടില്ല, പാൻറ്റിൽ കൊടുത്തിട്ടില്ല. അതിൻ്റെ വേസ്റ്റ് വന്നിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത്. ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്നിട്ട് മീഡിയം സൈസാണ്. ഞാൻ സ്മോൾ ആയിരുന്നു സാധാരണ എടുക്കുന്നത്, പക്ഷേ എനിക്ക് മാറിപ്പോയതാണ്. അപ്പം നമ്മൾ ഇട്ട് വരുമ്പോൾ തന്നെ ഇങ്ങനെയാണ് വരുന്നത്. എനിക്ക് നല്ല ലോസ് ഉണ്ട്, നല്ലപോലെ ഷേപ്പ് ചെയ്യണം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ വാങ്ങുമ്പം ഇതിൻ്റെ പ്രൈസ് 482 അപ്പം നമുക്ക് അടുത്ത കുർത്ത കാണാം. ഇത് വന്നിട്ട് ഒരു സ്ട്രെയിറ്റ് കുർത്ത സെറ്റാണ്. ഇതിനും ടോപ്പും ബോട്ടം ആണുള്ളത്. നല്ല കോട്ടൺ കുർത്തയാണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അതിൻ്റെ ക്വാളിറ്റി പറയാതെ വയ്യ. റെഗുലർ യൂസിനൊക്കെ നല്ലോണം പോകുന്ന ഒരു സാധനമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബ്ലൂ കളറാണ് ഓർഡർ ചെയ്തത്, പക്ഷെ എനിക്ക് വന്നത് ഈ കളറാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ലതാണ്. നെക്ക് വന്നിട്ട് യു നെക്കാണ്. ഇതിൽ ഫുള്ള് എംബ്രോയ്ഡറി ആണ് കൊടുത്തിട്ടുള്ളത്. മീൻസ് നെക്കിൻ്റെ ഭാഗത്ത് നല്ലപോലെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവാണ്. ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല. പക്ഷെ നല്ല പോലെ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ. ബാക്ക് വശം വന്നിട്ടും ഇതുപോലെ തന്നെ ഫ്ലോറൽ പ്രിന്റ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബോട്ടം നോക്കാം. ബോട്ടം എന്ന് പറയുന്നത് നല്ല വൈറ്റ് കളറ് ബോട്ടമാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ വേസ്റ്റ് വന്നിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ സൈസ് എടുത്തേക്കുന്നത് സ്മോൾ സൈസാണ്. പിന്നെ ഇതിൻ്റെ ബോട്ടത്തിൻ്റെ താഴെ ഇതുപോലെ തന്നെ ലേസ്, നല്ല വീതിയുള്ള ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. പിന്നെ ബോട്ടം ടൈപ്പ് വരുന്നത് പാൻറ് ടൈപ്പാണ്. നല്ല ഫിറ്റിങ്സ് ഒക്കെയാണ്. നമുക്കിനി ഇത് ഇട്ട് നോക്കാം. ഇത് ഇട്ട് വരുമ്പം ഇങ്ങനെ ഇരിക്കും. ഇത് ഞാൻ സ്മോൾ സൈസ് എടുത്തേക്കുന്നുണ്ട്. എനിക്ക് നല്ല കറക്റ്റ് ഫിറ്റാണ്. പിന്നെ നമ്മുടെ ഈ സ്ലിറ്റിൻ്റെ ഏരിയയില്ലേ, അവിടെ കുറച്ച് ഇറങ്ങിയ സ്ലിറ്റാണ്. അപ്പം അവിടെ ഒരു ചെറിയ പിടുത്തമുണ്ട്. പിന്നെ പാൻറ്റൊക്കെ കറക്റ്റാണ്. ഓവറോൾ അടിപൊളിയാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 432. നമുക്കിനി അടുത്ത കുർത്ത സെറ്റ് നോക്കാം. അടുത്ത വന്നിട്ട് ഈ ഒരു ഓറഞ്ച് കളർ കുർത്ത സെറ്റാണ്. ഇതിനും ടോപ്പും ബോട്ടം ആണുള്ളത്. ബോട്ടം വന്നിട്ട് പാൻറ് മോഡലാണ്. ടോപ്പ് കൊടുത്തേക്കുന്നത് അനാർക്കലി ടൈപ്പാണ്. സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ്. ഞാൻ എടുത്തേക്കുന്ന സൈസ് സ്മോൾ ആണ്. ഇതിൻ്റെ ഫാബ്രിക് കോട്ടൺ റയോൺ ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. ഇതിൽ കൊടുത്തേക്കുന്നത് ഫ്ലോറൽ പ്രിന്റ് ആണ്. സ്ലീവ് ഒക്കെ തന്നെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ അറ്റത്തൊന്നും പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇത് ഫുള്ള് ഈ ഒരു പ്രിന്റ് മാത്രമേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം നല്ല ഫ്ലെയർഡ് ആണ്. നല്ല ബാക്ക് വശം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിലും ചെറിയൊരു നെക്കാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഫ്ലെയർഡ് ആയിട്ടുള്ളൊരു കുർത്തയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പാൻറ് നോക്കാം. പാൻറ് വന്നിട്ട് നല്ല വൈറ്റ് കളർ പാൻറ്റാണ്. അതിൻ്റെ വേസ്റ്റിൽ കൊടുത്തേക്കുന്നത് ഇലാസ്റ്റിക് ആണ്. കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ അനാർക്കലി ടൈപ്പ് ആയതുകൊണ്ട് പുറത്തോട്ട് കാണില്ലല്ലോ, താഴ്ഭാഗം മാത്രമല്ലേ കാണും, അതുകൊണ്ട് ഓക്കെയാണ്. പിന്നെ പാൻറ്റിൻ്റെ ബോട്ടത്തിൽ ഇതുപോലെ സിൽവർ കളറിൽ 2 എന്താ പറയുക ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പാൻറ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും.
എനിക്കിത് ചെറിയ ലൂസേ ഉള്ളൂ, ബാക്കി ഓവറോൾ കറക്റ്റാണ്. നല്ല സുഖമുണ്ട് ഇടാൻ, നല്ലൊരു കളറാണ്. പക്ഷെ അവിടെ അവർ കൊടുത്തേക്കുന്നത് റെഡ് കളർന്നാണ്, പക്ഷെ റെഡൊന്നും അല്ല, ഓറഞ്ച് കളർ തന്നെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമുക്ക് അടുത്ത കുർത്ത സെറ്റ് നോക്കാം. ഇത് വന്നിട്ട് ഒരു മസ്റ്റാർഡ് യെല്ലോയും പിന്നെ പിങ്ക് കളറ് ഫ്ലോറൽ പ്രിൻ്റാണ് ടോപ്പിൽ കൊടുത്തേക്കുന്നത്, പിങ്കും പിന്നെ പച്ച കളറും. അതുപോലെ തന്നെ അതിൻ്റെ ബോട്ടം കൊടുത്തേക്കുന്നതും പിങ്ക് കളറാണ്, നല്ല ഡാർക്ക് പിങ്ക് കളറ്. ഇതിന് നെക്ക് വന്നിട്ട് വി നെക്കാണ്. നെക്കിൻ്റെ സൈഡിലും ഈ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്, ചെറിയ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വശം വന്നിട്ട് ആ ഫ്ലെയർ ആലിയക്കട്ട് പോലെ കുറച്ച് ഫ്ലെയർ ആണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയർ ആണ്. ഞാൻ സൈസ് എടുത്തേക്കുന്നത് സ്മോൾ സൈസാണ്, പക്ഷെ എനിക്കിത് നല്ല വലുതാണ്, നല്ലപോലെ ഷേപ്പ് ചെയ്യണം. എനിക്കിത് ആ ഫ്ലിപ്കാർട്ടിൽ നമ്മുടെ ആ ഫോട്ടോയിൽ കാണുമല്ലോ, അവരിട്ട് മോഡലിട്ട് കാണുമല്ലോ, അതിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ കൈ കിട്ടിയപ്പോൾ ഒരുമാതിരി വല്ലാത്തൊരു സാധനമായിപ്പോയി, എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഇത് ഞാനിപ്പോൾ റിട്ടേൺ ചെയ്യും. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ലെന്ന് കരുതി പലർക്കും ഇഷ്ടപ്പെടാതിരിക്കണമെന്നില്ലല്ലോ. ചിലർക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഇഷ്ടമായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് കോട്ടൺ ബ്ലെൻഡാണെന്നാണ് പറയുന്നത്, പക്ഷെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, ഒട്ടും ചൂടെടുക്കത്തില്ല. പിന്നെ ബാക്ക് വശത്തെ നെക്കിലും അവർ ചെറുതായിട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്, എന്താ പറയുക, ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വന്നിട്ട് ഷോർട്ട് സ്ലീവാണ്, അത്ര ഷോർട്ടല്ല, 3/4 അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ടൈപ്പാണ്. ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെ ഇരിക്കും, വേസ്റ്റിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത്. പാൻറ്റിൻ്റെ താഴെ ഇത് 4 ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 419 രൂപയാണ്. നല്ല കംഫർട്ടബിൾ ആണ്, നല്ല കംഫർട്ടബിൾ ഫാബ്രിക്കാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഇത് ഓക്കെയാണ്. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ കുർത്തീസ് ഇഷ്ടമുള്ളവർ അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.